പ്രതിരോധ രംഗത്ത് ഇന്ത്യ കുതിക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയും പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ അഗ്നി 3 മിസൈലും സജ്ജമാണ്. ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നടത്തിയ അഗ്നി 3യുടെ പരീക്ഷണം വിജയം കണ്ടു. അഗ്നി 3 മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന് കൂടുതൽ കരുത്തു പകരുന്ന മിസൈലാണ്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ 3000 കിലോമീറ്റർ ദൂരമുള്ള ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ കഴിയും. അയൽ രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും അഗ്നി 3യുടെ പരിധിയിൽ വരും. ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങും സാമ്പത്തിക കേന്ദ്രമായ ഷാങ്ഹായും അഗ്നി 3യുടെ പരിധിയിലാണ്. ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലാണ് അഗ്നി 3. ഭാരതത്തിന്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ ഭാഗമായാണ് അഗ്നി വികസിപ്പിച്ചത്. 50 ടണ്ണാണ് മിസൈലിന്റെ ഭാരം. 1500 കിലോഗ്രാം പേലോഡ് വഹിക്കാൻ ശേഷിയുണ്ട്. സ്ട്രാറ്റജിക് ഫോഴ്സസിന്റെ മേൽനോട്ടത്തിലാണ് പരീക്ഷണം നടന്നത്. മിസൈലിന്റെ പ്രവർത്തന സാങ്കേതിക ഘടകങ്ങൾ പരീക്ഷണത്തിലൂടെ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. 700 കിലോമീറ്റർ ദൂരപരിധിയാണ് അഗ്നി 1-നുള്ളത്. എന്നാൽ അഗ്നി 2-ന് 2000 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്. പൃഥ്വി മിസൈലുകളുടെ പരിധിയിൽ വരുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ അഗ്നി 1-ന് കൊണ്ട് മാത്രം സാധിക്കും. 700 കിലോമീറ്റർ പരിധിയുള്ള അഗ്നി 1 മുതൽ 5000 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന അഗ്നി 5 വരെ നീളുന്ന മിസൈൽ പരമ്പര ഇന്ത്യയുടെ വജ്രായുധം തന്നെയാണ്. ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസും അഗ്നി മിസൈലുകളും ചേരുന്നതോടെ 5000 കിലോമീറ്റർ വരെയുള്ള ഏത് ലക്ഷ്യത്തെയും നേരിടാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കും. 10000 കിലോമീറ്റർ ദൂരപരിധി പ്രതീക്ഷിക്കുന്ന അഗ്നി 6ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിൽ തുടങ്ങിക്കഴിഞ്ഞു. കടലിൽ നിന്നും കരയിൽ നിന്നും ഒരുപോലെ വിക്ഷേപിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന.